മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവ. കേരള എസ്റ്റേറ്റിലെ C1 എസ്റ്റേറ്റിൽ വെള്ളിയാഴ്ച പുലർച്ചെ 5-നാണ് ടാപ്പിംഗ് തൊഴിലാളികൾ കടുവയെ കണ്ടത്. അതിഥി തൊഴിലാളിയായ നവീന് നേരെ കടുവ ചാടിയെന്നും നാട്ടുകാർ. അടച്ചിട്ട വീട്ടിൽ കയറി 21 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ. ഒതായി പെരുകുമണ്ണ സ്വദേശി വെള്ളോട്ടുചോല അബ്ദുൾ റഷീദിനെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാട്ടാനക്കൂട്ടത്തിന്റെ മുൻപിൽ നിന്ന് കാർ യാത്രികർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. നമ്പ്യാർകുന്ന് സ്വദേശിയായ അമീനും കൂട്ടുകാരും സഞ്ചരിച്ച കാറാണ് ആനക്കൂട്ടത്തിന് മുൻപിൽ അകപ്പെട്ടത്. മൂത്തേടം കൽക്കുളത്തെ പുലിഭീതി അകറ്റണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹഫ്സത്ത് വനവകുപ്പിനോട് ആവശ്യപ്പെട്ടു. പടുക്ക വനം സ്റ്റേഷനിലെത്തിയാണ് പ്രസിഡന്റ് ആവശ്യമുന്നയിച്ചത്. ലഹരി ഉപയോഗം തടയുന്നതിൽ സർക്കാർ വകുപ്പുകൾക്കൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും നിർണായക പങ്ക് വഹിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. വാർത്തകൾ വിശദമായി. കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവ. കേരള എസ്റ്റേറ്റിലെ C1 എസ്റ്റേറ്റിൽ വെള്ളിയാഴ്ച പുലർച്ചെ 5-നാണ് ടാപ്പിംഗ് തൊഴിലാളികൾ കടുവയെ കണ്ടത്. അതിഥി തൊഴിലാളിയായ നവീന് നേരെ കടുവ ചാടിയെന്നും നാട്ടുകാർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. കഴിഞ്ഞ വർഷം നരഭോജി കടുവയുടെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടായിരുന്ന C1 എസ്റ്റേറ്റിലാണ് വീണ്ടും കടുവയെ കണ്ടത്. ജാർഖണ്ഡ് സ്വദേശിയായ നവീനും സംഘവും വെള്ളിയാഴ്ച പുലർച്ചെ ടാപ്പിംഗിന് എത്തിയപ്പോഴാണ് കടുവ മുന്നിൽപ്പെട്ടത്. നവീന് നേരെ കടുവ ചാടിയെന്നും പറയുന്നുണ്ട്. ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ കടുവ തിരിഞ്ഞോടുകയായിരുന്നു. കഴിഞ്ഞ വർഷം വനം വകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞതോടെ കൂട് സ്ഥാപിക്കുകയും പിന്നീട് പുള്ളിപ്പുലി അകപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം മദാരി എസ്റ്റേറ്റിൽ നിന്നാണ് നരഭോജി കടുവ കെണിയിലായത്. വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ടാപ്പിംഗ് ഉപേക്ഷിച്ച് തൊഴിലാളികൾ മടങ്ങി. പ്രധാന പാതയ്ക്കും കേരള പഴയ കടക്കൽ GUP സ്കൂളിനും വെറും 280 മീറ്റർ മാത്രം ദൂരത്തിൽ കടുവയെ കണ്ടത് വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. അടച്ചിട്ട വീട്ടിൽ കയറി 21 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ. ഒതായി പെരുകുമണ്ണ സ്വദേശി വെള്ളോട്ടുചോല അബ്ദുൾ റഷീദിനെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പന്തല്ലൂർ കടമ്പോട്ടിലെ അടച്ചിട്ട ഒരു വീട്ടിലായിരുന്നു മോഷണം നടന്നത്. വീട്ടുടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാനായത്. സംഭവ സ്ഥലത്ത് നിന്നും വിരലടയാളങ്ങൾ ഒന്നും തന്നെ ലഭിക്കാതിരുന്ന കേസിൽ ഫോൺ കോളുകളും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. സമാന രീതിയിൽ മുൻപ് നടന്ന മോഷണങ്ങളെ കുറിച്ചുള്ള അന്വേഷണമാണ് ഒടുവിൽ അബ്ദുൾ റഷീദിലേക്ക് വഴിത്തിരിവായത്. കാളികാവിൽ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. മോഷണം നടത്തുവാൻ പ്രതി പന്തല്ലൂരിൽ എത്തുവാൻ ഉപയോഗിച്ച ബൈക്ക് വണ്ടൂരിൽ നിന്നും കവർച്ചയ്ക്കായി ഉപയോഗിച്ച ആയുധങ്ങൾ പന്തല്ലൂരിലെ കുറ്റിക്കാട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. വിവിധ സ്റ്റേഷനുകളിലായി മോഷണം ഉൾപ്പെടെ 42ഓളം കേസുകളിൽ പ്രതിയാണ് പിടിയിലായ അബ്ദുൾ റഷീദ് എന്ന് പോലീസ് വ്യക്തമാക്കി. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ അന്വേഷണങ്ങൾക്കായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പാണ്ടിക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ C പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. SI V മൻസൂർ, ASI അനൂപ് കുമാർ, SCPOമാരായ ഹാരിസ് ആലുംതറയിൽ, വിമൽ കുമാർ, റാഷിദ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കാട്ടാനക്കൂട്ടത്തിന്റെ മുൻപിൽ നിന്ന് കാർ യാത്രികർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. നമ്പ്യാർകുന്ന് സ്വദേശിയായ അമീനും കൂട്ടുകാരും സഞ്ചരിച്ച കാറാണ് ആനക്കൂട്ടത്തിന് മുൻപിൽ അകപ്പെട്ടത്. ഫോറസ്റ്റ് ഓഫീസിലെത്തും പോയാലോ? കണ്ണ് കടിക്കുന്നടാ. ഇത് ഇതിലൊന്ന് ക്ലെയിം ആണ്. ഇതിൽ ഇട്ടടാ, ഒളിച്ചു വിട്ടറാ ഫ്രണ്ട്. ഇൻഷൂർ കിട്ടൂലടാ.
ഞാനിപ്പോ എന്താ പറയാ? എന്തിട്ടടിച്ച് ജീവൻ കിട്ടിയില്ല. നോക്കാ എത്ര ആനയെ നോക്കാ, കുറച്ചൊന്നും ആനല്ല. ചീരാനിൽ നിന്നും ലോകകപ്പ് ഫുട്ബോൾ മത്സരം കണ്ട് പാട്ടവയലിലുള്ള കൂട്ടുകാരനായ റമീസിനെ കൊണ്ടുവിടുവാൻ പോകുമ്പോഴാണ് നൂൽപ്പുഴയ്ക്ക് സമീപം ആനപ്പാലത്ത് വെച്ച് ആക്രമണമുണ്ടായത്. വനപാതയിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തിന് മുൻപിൽ ഇവർ ചെന്നുപെടുകയായിരുന്നു. ആനയെ കണ്ട് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ കാർ റോഡിന് വശത്തേക്ക് തെന്നി മാറിയിരുന്നു. ഈ സമയം കൂട്ടത്തിലുണ്ടായിരുന്ന കൊമ്പൻ കാറിന് മുൻവശത്തെ ഗ്ലാസ് കുത്തി തകർത്തു. കൊമ്പ് തുളഞ്ഞു കയറി സ്റ്റിയറിംഗ് വീലിന് സമീപം വരെ എത്തി. രണ്ടാമതും കൊമ്പൻ ആക്രമിച്ചപ്പോൾ കാർ റോഡിലേക്ക് നിരങ്ങി നീങ്ങി. ഈ സമയം ഇവർ സമചിത്തത വീണ്ടെടുത്ത് കാർ പുറകിലേക്ക് ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പഴൂരിലെ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരോട് വിവരം പറഞ്ഞു. ഉദ്യോഗസ്ഥർ ഇവരെയും കൂട്ടി സ്ഥലത്തെത്തി ആനകളെ ഓടിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കാറിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. മൂത്തേടം കൽക്കുളത്തെ പുലിഭീതി അകറ്റണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ഹഫ്സത്ത് വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടു. പടുക്ക വനം സ്റ്റേഷനിലെത്തിയാണ് പ്രസിഡന്റ് ആവശ്യമുന്നയിച്ചത്. കഴിഞ്ഞ ദിവസം കാരപ്പുറം നെല്ലിക്കുത്ത് പാതയോരത്തെ വനാതിർത്തി പ്രദേശമായ കൽക്കുളം ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്നു. കിഴക്കേ പനയന്നാമറിയിൽ എബ്രഹാമിന്റെ വീട്ടിലെ വളർത്തുനായയെ കൂട് പൊളിച്ചു പിടിക്കുവാൻ പുലി ശ്രമിക്കുകയും പുലിയുടെ പരാക്രമം വീട്ടുകാർ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് പുലിയുടെ ശല്യമുണ്ടായിരുന്നു. ഒരാടിനെയും മറ്റൊരു ദിവസം ഉടമയ്ക്ക് മുന്നിലിട്ട് വളർത്തുനായയെയും പുലി പിടികൂടിയിരുന്നു. ഇതേ തുടർന്ന് പ്രദേശത്ത് വനം വകുപ്പ് കെണി സ്ഥാപിച്ചിരുന്നുവെങ്കിലും കെണിയിൽ അകപ്പെട്ടില്ലെന്ന് മാത്രമല്ല പിന്നീട് പുലിയുടെ ശല്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതാനും ആഴ്ചകളായി ഇവിടെ പുലി വീണ്ടും എത്താൻ തുടങ്ങിയിട്ട്. ദിവസങ്ങൾക്ക് മുൻപ് എബ്രഹാമിന്റെ നായയുടെ പിറകെ പുലി കൂടി. നായ ഓടി വീടിനുള്ളിൽ കയറുകയും പുലി പിറകെ വീടിന്റെ സിറ്റ് ഔട്ട് വരെ എത്തുകയും ചെയ്തിരുന്നു. ഇതോടെ ജനങ്ങൾ വീണ്ടും ഭീതിയിലായിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ഹഫ്സത്ത് സംഭവം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള പടുക്ക വനം സ്റ്റേഷനിലെത്തി ജനങ്ങളുടെ ഭീതി അകറ്റുവാൻ നടപടി സ്വീകരിക്കണമെന്ന് വനം വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടത്. വനാതിർത്തിയിലെ അടിക്കാടുകൾ വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പ്രസിഡന്റ് പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അംജിത്തിന് കത്ത് നൽകുകയും ചെയ്തു. ഒപ്പം RRTയുടെ രാത്രികാല പെട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്നും ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന പുലിയെ കെണിവെച്ച് പിടികൂടണമെന്നും ആവശ്യപ്പെട്ടു. പുലി പരാക്രമം നടത്തിയ എബ്രഹാമിന്റെ വീട്ടിലും പ്രസിഡന്റ് സന്ദർശനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജസ്മൽ പുതിയറ, NK കുഞ്ഞുണ്ണി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ലഹരി ഉപയോഗം തടയുന്നതിൽ സർക്കാർ വകുപ്പുകൾക്കൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും നിർണായക പങ്ക് വഹിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. ലഹരി ഉപയോഗം പ്രതിരോധവും സമൂഹത്തിന്റെ ഉത്തരവാദിത്വവും എന്ന വിഷയത്തിൽ നടത്തിയ ബോധവൽക്കരണ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. സാമൂഹ്യനീതി വകുപ്പ് നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെയും കുടുംബശ്രീ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ CDS അംഗങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷർക്കുമായാണ് ബോധവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള കൂട്ടായ ഇടപെടലിലൂടെയാണ് ലഹരി വിമുക്ത സമൂഹം സാക്ഷാത്കരിക്കാനാവുകയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ മിനി പ്ലാനിംഗ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആലിപറ്റ ജമീല ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന സെഷനിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ റഹീമുദ്ദീൻ ബിഹേവിയറൽ തെറാപ്പി, ലഹരി പ്രതിരോധത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും പങ്ക്, സമൂഹത്തെ ലഹരിയിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള പ്രായോഗിക ഇടപെടലുകൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. എക്സൈസ് വകുപ്പിന്റെയും വിമുക്തിയുടെയും പ്രവർത്തനങ്ങൾ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജു വിശദീകരിച്ചു. നാർക്കോട്ടിക്സ് DYSP NOCB, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ B സുരേഷ് കുമാർ, ഡെപ്യൂട്ടി DMO ഡോക്ടർ A ഷിബുലാൽ, മനോജ് മേനോൻ, കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ അലീന തുടങ്ങിയവർ പങ്കെടുത്തു. സ്വതന്ത്ര കർഷക സംഘം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തിന് നമ്മുടെ പച്ചക്കറി എന്ന മുദ്രാവാക്യവുമായി പച്ചക്കറി തൈ നട്ടു. പരിപാടിയുടെ ഉദ്ഘാടനം സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ യോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നുമ്മൽ സൈതലവി നിർവഹിച്ചു. വിവിധ ഇനം പച്ചക്കറികളായ മത്തൻ, ഇളവൻ, പയർ, വെണ്ട, പച്ചമുളക്, വഴുതന, തക്കാളി എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. തൈനടൽ ഉദ്ഘാടനം കരുളായി 17-ാം വാർഡ് മണ്ടംമൊഴിയിൽ വാർഡ് മെമ്പർ ഖദീജ നിർവഹിച്ചു. പരിപാടിക്ക് സ്വതന്ത്ര കർഷക സംഘം വനിതാ വിങ്ങിന്റെ നേതാക്കൾ നേതൃത്വം നൽകി. അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓട്ടോണമസ് ഭാഷാ വിഭാഗങ്ങളായ അറബി, മലയാളം, ഹിന്ദി വിഭാഗങ്ങൾ സംയുക്തമായി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണത്തിന്റെ ഭാഗമായി
സാഹിത്യവും സാമൂഹിക പരിഷ്കരണവും ബഷീറിയൻ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ കോളേജ് തല സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. സെമിനാറിൽ പ്രൊഫസർമാരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ബഷീറിന്റെ രചനകൾ മനുഷ്യസ്നേഹത്തിന്റെയും സമത്വബോധത്തിന്റെയും ലാളിത്യത്തിന്റെയും അപൂർവ സംഗമമാണെന്നും അദ്ദേഹത്തിന്റെ സാഹിത്യ ദർശനം ഇന്നും സമൂഹത്തിന് പ്രസക്തമായ സന്ദേശങ്ങൾ നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അറബി വിഭാഗം മേധാവി ഡോക്ടർ CH അലി ജാഫർ ബഷീറിയൻ സാഹിത്യത്തിലെ സാമൂഹിക ചിന്തകൾ എന്ന വിഷയവും, ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ KP ഷഹ്ല വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകളുടെ ഉൾക്കാഴ്ച എന്ന വിഷയവും അവതരിപ്പിച്ചു. സാഹിത്യകാരനും മലയാള വിഭാഗം മേധാവിയുമായ മുനീർ അഗ്രഗാമി സമാപന പ്രഭാഷണം നടത്തി. ബഷീറിന്റെ സാഹിത്യത്തിൽ പ്രതിഫലിക്കുന്ന സാമൂഹിക പരിഷ്കരണ ആശയങ്ങളും മനുഷ്യ സമത്വത്തിന്റെ സന്ദേശവും വിദ്യാർത്ഥി തലമുറകളടക്കം പ്രസക്തമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകളെ കുറിച്ചുള്ള ആസ്വാദനം വിദ്യാർത്ഥികളും പങ്കുവച്ചു. ഫാത്തിമ സന സ്വാഗതവും അതുൽ കൃഷ്ണ നന്ദിയും പറഞ്ഞു. മമ്പാട് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും വിപുലമായ പരിപാടികളോടെ നടന്നു. ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല നിർവഹിച്ചു. മമ്പാട് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും വിപുലമായ പരിപാടികളോടെ നടന്നു. ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പാഠശാല ക്ലാസും സംഘടിപ്പിച്ചു. ഇൻഷുറൻസ് ഫീൽഡ് ഓഫീസർ ഹരിണി കർഷകർക്കായി ക്ലാസ് നയിച്ചു. കൃഷി ഓഫീസർ ലനീഷ M, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മൈമൂന C, കൃഷി അസിസ്റ്റന്റുമാരായ പ്രവിത M, ജുംന K എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ MK മുസ്തഫ, അഷ്റഫ് ടാണ, ശ്രീനിവാസൻ തൃക്കേക്കുത്ത്, രജീഷ് U, CDS ചെയർപേഴ്സൺ തങ്കമണി കരിക്കാട്ടുമണ്ണ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് നടന്ന വിപണന മേളയുടെ ഉദ്ഘാടനം ADC പ്രസിഡന്റ് U ഗോപാലന് തൈ നൽകിക്കൊണ്ട് കൃഷി ഓഫീസർ നിർവഹിച്ചു. ജനപ്രതിനിധികളും കർഷകരുമടക്കം 100ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.